നമസ്കാരം. ബിഗ് ബോസ് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ഓരോരുത്തരും കയറി വരുന്നതനുസരിച്ച് കലുഷമായ അന്തരീക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. റെന ഫാത്തിമ വന്ന് ഈ പറഞ്ഞ പോലെ സരികയെ ചൊറിഞ്ഞു, മറ്റേ കലാഭവൻ സരികയെ ചൊറിഞ്ഞു. ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഭയങ്കര ബഹളം നടക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദില, നൂറ, ഷാനവാസ്, ജിഷിന് എന്ന് വേണ്ട സകലരും അവരുടെ പുറകെയുണ്ട്. ഈ പറഞ്ഞ പോലെ റെന ഫാത്തിമ 3 ആഴ്ച കൊണ്ട് പോയതുകൊണ്ടാണോ ചേച്ചി എന്നെ മാറ്റി, അങ്ങനെ എന്തോ അത് പെണ്ണ് പറഞ്ഞത് ശരിയായില്ല. അതേപോലെ തന്നെ പ്രവീണും അനുവുമായിട്ടുള്ള കോംബോ അത് കണ്ട് അനീഷ്, സത്യം പറഞ്ഞാൽ അനീഷിന്റെ മുമ്പിൽ കുറച്ചേറെ അഭിനയിക്കുന്നുണ്ടോ പ്രവീണുമായിട്ടെന്ന് എനിക്കൊരു തോന്നില്ല. കാരണം അനീഷിനെ കാണിക്കാൻ വേണ്ടി അതിനിടയ്ക്ക് ശൈത്യ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അമ്മ അങ്ങോട്ട് നോക്കുകയോ വേണ്ടെന്ന് പറഞ്ഞ പോലാണ് എനിക്ക് തോന്നി പ്രവീണിനോടെ. പിന്നെ ഇനിയിപ്പം വൈകിട്ടത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് അതായത് അനുമോൾ ടീം കാതു കുറിപ്പിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയൊരു ട്വിസ്റ്റാണ് നടക്കാൻ പോയത്. ബിൻസി അനുമോളോടും എനിക്ക് തോന്നുന്നു കലാഭവൻ സരികയോടുമാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് അലറി അലറി വിളിക്കുന്നതും. നൂറ വഞ്ചകിന്നോ, അവളുടെ വായിന്ന് എപ്പോഴും അങ്ങനത്തെയുള്ള വാക്കുകൾ, ചതിച്ചിന്നോ അങ്ങനെ എന്ത് കള്ളിന്നോ ഒക്കെയുള്ള വാക്കുകൾ വരുവാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ വിളിക്കുന്നു. അല്ല അനുമോളാണ്. അനുമോള് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അശോകവനത്തിൽ പോയിരുന്ന പോലെ ഇരിക്കുന്നുണ്ട്. നിന്റെ അഭിനയം കണ്ടില്ല, നിന്റെ PR കൊണ്ട് പൈസ ഇടുന്നതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം രാത്രിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണത്. എന്തായാലും കൊള്ളാം. ഇന്നിനിയിപ്പോൾ ആരും ഗസ്റ്റ് വരുമെന്ന് തോന്നുന്നില്ല. ഇനി അഭിലാഷും റെനയും ഈ പറഞ്ഞ പോലെ അവരൊക്കെ വന്നിട്ടുണ്ട് ഇന്ന്. സരികയും ശാരികയും എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നിനിയിപ്പോൾ ആരും ഉണ്ടാവും തോന്നുന്നില്ല. നാളെ ആയിരിക്കും ബാക്കിയുള്ളവരൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം. ഞാനോർത്ത് ഇവരൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ പ്രശ്നം വഷളാക്കാൻ വന്നതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനടുത്ത അവസാനത്തെ ആ ഒരാഴ്ച അന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഓക്കെ, അതൊക്കെ മാറ്റി എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. അനുമോൾ PR-ന് കുറേ നല്ല കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. കാരണം കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രവീണിനെ മാത്രം നോക്കിയാണ്, പ്രവീണിനെ ചുറ്റിപ്പറ്റിയാണ് അനുമോളുടെ ഇപ്പോഴത്തെ ആ ഒരു പോക്ക് തന്നെ. പ്രവീണിനെ എന്തോ പറയുമ്പോഴത്തേക്ക് ഒരു ആവശ്യമില്ലാത്ത ചിരിക്കുന്നു. അപ്പോൾ അപ്പാന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാണ് ഇത്രയും ചിരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കും ആ ചോദ്യം സത്യം പറഞ്ഞാൽ വരും. അനുമോള് ഇങ്ങനെ ഏതോ ഒരു മായിക ലോകത്ത് നടക്കുന്ന പോലാണ് നമുക്കിപ്പോൾ തോന്നുന്ന കണ്ടിട്ട്. ഉള്ള കാര്യം, ഞാൻ ലൈവ് കാണുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. എന്നെ ആരും ചീത്ത വിളിക്കാൻ വരണ്ട. എന്തായാലും കൊള്ളാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പം ആ ലൈവ് മിക്കവാറും പറയേണ്ടി വരാം. മിക്കവാറും അത് എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കും. ആ വൈകിട്ടത്തെ അടി എന്നാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ സംഭവം നടക്കാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം. പ്രമോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എടുത്ത് കാണുക. വൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം, പറയാം.